നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിവിധ തരത്തിലുള്ള കോർഡിനേഷൻ കോംപ്ലക്സസിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാമെന്നും ഒക്കെ പഠിച്ചു. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള ഡയഗ്രംസും നമ്മൾ കണ്ടു. നമ്മുടെ കോംപ്ലക്സ് ഹൈ സ്പിൻ വീക്ക് ഫീൽഡ് കോംപ്ലക്സ് ആണെങ്കിൽ ഓർഗൽ ഡയഗ്രം ഉപയോഗിച്ചും, അതേസമയം സ്ട്രോങ് ഫീൽഡ് ലോ സ്പിൻ കോംപ്ലക്സുകളാണെങ്കിൽ ടെനാബെ സഗാനോ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ കോംപ്ലക്സിൻ്റെ സ്പെക്ട്രയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒക്ടാഹീഡ്രൽ, ടെട്രാഹീഡ്രൽ പോലുള്ള സിസ്റ്റത്തിലെ കേസിലാണ് നമ്മൾ ഈ ഡയഗ്രംസ് പഠിച്ചത്. ഓർഗൽ ഡയഗ്രം ആയിക്കോട്ടെ, ടെനാബെ സുഗാനോ ഡയഗ്രം ആയിക്കോട്ടെ. അതേസമയം നമ്മളുടെ കോംപ്ലക്സ് പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്ന്, അതായത് ഒക്ടാഹൈഡ്രൽ അല്ലെങ്കിൽ ടെട്രാഹൈഡ്രൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ചെറിയ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ലെവലുകൾക്ക് വ്യത്യാസം സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. T2G, EG എന്ന രണ്ട് ഗ്രൂപ്പായി തിരിയുന്ന ഓർബിറ്റലുകൾ സ്ക്വയർ പ്ലെനാറിലേക്കോ അല്ലെങ്കിൽ ടെട്രഗണൽ ഡിസ്റ്റോർഷനിലേക്ക് വരുമ്പം കൂടുതൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് എനർജി ലെവലുകൾക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സുകൾ അതിൻ്റെ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റുകളിൽ നിന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഒക്ടാഹൈഡ്രലിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം ഒക്ടാഹൈഡ്രലിൽ നിന്ന് മാറി ഒരു ഡിസ്റ്റോർട്ടഡ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ലോവറിങ് ഓഫ് സിമെട്രി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്തരം കോംപ്ലക്സുകളുടെ ഇലക്ട്രോണിക് സ്പെക്ട്രയ്ക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ആ ഡിസ്റ്റോർഷൻ സംഭവിക്കാം. So we cannot interpret the spectra of complexes which does not have highly ordered cubic structures. ടെട്രാഹീഡ്രൽ, ഒക്ടാഹീഡ്രൽ, ഐക്കോസാഹീഡ്രൽ, ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഹൈലി ഓർഡേർഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. So the spectra of those complexes which does not have these structures cannot be interpreted using simple correlation orgel or Tenabe-Sugano diagrams. Complexes with lower symmetry may show deviations from the behavior predicted by these diagrams. When symmetry is reduced, the energy levels which were degenerate in the symmetric geometries will split. ഡീജനറേറ്റ് ആയിട്ട് നേരത്തെ 2 ലെവൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അതിനധികം ലെവലുകൾ ഉണ്ടാവാം. With more energy levels, the number of possible transitions increases and so does the number of absorption bands. അപ്പോൾ നമ്മൾ ഓർഗൽ ഡയഗ്രത്തിൽ ഒരു പർട്ടിക്കുലർ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിൽ ഒരു പീക്ക് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു D1 സിസ്റ്റം ഒരു പീക്കേ ഉള്ളൂ. D2 സിസ്റ്റം 3 പീക്കുകൾ നമുക്ക് ലഭിക്കും. അതേസമയം ആ പെർഫെക്റ്റ് ഒക്ടാഹൈഡ്രൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ എനർജി ലെവലുകളുടെ എണ്ണം വർദ്ധിക്കാം. അതിനനുസരിച്ച് അബ്സോർപ്ഷൻ പീക്കുകളുടെ എണ്ണവും മാറ്റം ഉണ്ടാവാം. സോ ലോവറിങ് ഓഫ് സിമെട്രി സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ലോവറിങ് ഓഫ് സിമെട്രി ഡ്യൂ ടു നോൺ ഇക്വലൻറ്റ് ലിഗാൻഡ്സ്. ദ പ്രസൻസ് ഓഫ് നോൺ ഇക്വലൻറ്റ് ലിഗാൻഡ്സ് റിഡ്യൂസ് ദ സിമെട്രി ഫ്രം ക്യൂബിക്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഒക്ടാഹൈഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലിഗൻസും സെയിം ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CrEn ട്രൈസ് 3+. എത്തിലിൻ ഡയമണ്ടാണ് EN. അത് ബൈഡൻഡേറ്റ് ലിഗൻഡാണ്. അതുകൊണ്ട് ഇതൊരു ഒക്ടാഹൈഡ്രൽ സിസ്റ്റമാണ്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ഒക്ടാഹൈഡ്രൽ സിമെട്രിക് സ്പീഷീസ് അല്ല. എന്നാലും ഒരു പെർഫെക്റ്റ് സിമെട്രിക് CrL6 സ്പീഷീസ് തരുന്ന അല്ലെങ്കിൽ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതേപോലെ ആയിരിക്കും ഈ ഒരു കോംപ്ലക്സിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര. ഫോർ എക്സാമ്പിൾ ഇതൊരു D3 സിസ്റ്റമാണ്. ക്രോമിയം 3+ ആണ്. 3 അബ്സോർപ്ഷൻ ബാൻഡ്സ് D3 സിസ്റ്റത്തിൽ നമുക്ക് ലഭിക്കും. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വൺ ഓഫ് ദ എത്തിലിൻ ഡയമണ്ട് ലിഗൻഡ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് 2F-. അപ്പോൾ ഒരു ബൈഡൻഡേറ്റ് ലിഗൻഡാണ് എത്തിലിൻ ഡയമണ്ട്. അതിനെ നമ്മൾ മാറ്റി 2 ഫ്ലൂറിൻ F- ലിഗൻഡ് കൊടുക്കുന്നു. ടു ഗീവ് ട്രാൻസ് CrEn ട്വൈസ് F2+. അപ്പോൾ നമുക്ക് 2 സാധ്യതകളുണ്ട്. സിസ്സും ഉണ്ടാവാം, ട്രാൻസും ഉണ്ടാവാം. നമ്മളിവിടെ ട്രാൻസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു EN പോയി അവിടെ 2 F വന്നിരിക്കുന്നു. CrEn ട്വൈസ് F2+. Now the symmetry changes to D4H.
ഇപ്പോൾ നമ്മുടെ മോളിക്യൂള് അതിൻ്റെ കോർഡിനേഷൻ നമ്പറിനൊരു വ്യത്യാസം ഉണ്ടായില്ല, പക്ഷേ അതിൻ്റെ സിമെട്രി D4H ആയി മാറി. ആ ഒരു കേസിൽ the alterations in energy levels that accompanies the transition from OH to D4H should be considered. സോ നമുക്ക് നോക്കാം, നമ്മൾ ഓർഗൽ ഡയഗ്രം ഒക്കെ വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് D3യുടെ എനർജി ലെവലുകളെക്കുറിച്ച്. 4A2G, 4T2G, 4T1G, 4T1GP, ഇങ്ങനെ 4 എനർജി ലെവലുകളാണ് ഉള്ളത്. അതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4A2G ആണ്. അപ്പോൾ എത്ര ട്രാൻസിഷൻ അവിടെ സാധിക്കും? 1, 2, 3 ട്രാൻസിഷൻസ് അവിടെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 3 അബ്സോർപ്ഷൻ പീക്കുകളും അവിടെ കിട്ടും. 1, 2, 3. അതേസമയം ഇപ്പം എന്താ ചെയ്തത്? ആ CREN ട്രൈസിലെ ഒരു EN മാറി 2 F വന്നിരിക്കുന്നു. അപ്പോൾ അത് D4H സിമെട്രി ആയി. നൗ ദ സിമെട്രി ലോവേർഡ്. അപ്പോൾ അതേ എന്ത് സംഭവിച്ചു? നമ്മുടെ എനർജി ലെവലുകളിൽ ചിലതിന് സ്പ്ലിറ്റിംഗ് നടന്നു. അതായത് A2G ഒക്കെ ഒറ്റ എനർജി ലെവലേ ഉള്ളൂ, അതിവിടെ നിന്നു. പക്ഷേ അതിൻ്റെ സിമെട്രി ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു, B1G ആയി മാറി. ഇനി T2G എന്ന് പറഞ്ഞാൽ 3 എനർജി ലെവലുകൾ ഡീജനറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് 2 സെറ്റായി മാറി, ഒരു EGയും ഒരു B2Gയും. അതുപോലെ ഈ T1G 2ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു, EGയും A2Gയും. ഇതും സ്പ്ലിറ്റ് ചെയ്തു, A2G, EG. അപ്പോൾ എന്താ സംഭവിച്ചത്? D4H ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് 4 എനർജി ലെവലുകൾക്ക് പകരം 1, 2, 3, 4, 5, 6, 7 എനർജി ലെവലുകൾ അവിടെ ലഭിച്ചു. ഇതാണ് സംഭവിച്ച കാര്യം. സോ നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു ദ ട്രാൻസിഷൻസ്. നേരത്തെ 3 പറ്റുള്ളായിരുന്നു. ഹിയർ തിയററ്റിക്കലി 6 ട്രാൻസിഷൻസ് ആർ നൗ പോസിബിൾ ഇൻസ്റ്റെഡ് ഓഫ് 3. അപ്പോൾ ആ ട്രാൻസിഷൻസ് അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ എനർജി ലെവലുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ബട്ട് ഇൻ ദ ആക്ച്വൽ ഇലക്ട്രോണിക് സ്പെക്ട്ര വി ക്യാൻ ഒബ്സർവ് 4 ബാൻഡ്സ് in the lower energy region and one as a shoulder in the charge transfer region and one has been calculated. So 6 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ 4 ശരിക്കും ബാൻഡായിട്ട് കിട്ടി. ഇനി CR3+ ചാർജ് ട്രാൻസ്ഫർ തരുന്നൊരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത്, ആ ബാൻഡിൻ്റെ കൂടെ ചേർത്ത് ഒരെണ്ണം കിട്ടി. അപ്പോൾ 5ാമത്തെ കിട്ടി. 6ാമത്തേത് നമുക്ക് സ്പെക്ട്രയിൽ കിട്ടില്ല, പക്ഷേ നമുക്കതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്ക് 3 പീക്കിന് പകരം 4 അതിലധികമോ പീക്ക് ലഭിക്കും. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ ചോദിക്കാം. നമുക്ക് CREN3+ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനകത്ത് 3 അബ്സോർപ്ഷൻ പീക്കുകളാണ് ഉണ്ടായിരുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ. അതേസമയം ഇതിൻ്റെ 2 ലിഗാൻസ് റീപ്ലേസ് ചെയ്ത് ട്രാൻസ് CREN2F2 ആയി കഴിഞ്ഞപ്പോഴത്തേനും ആ നമ്പർ ഓഫ് പീക്സിൻ്റെ എണ്ണം മാറി. അത് 4 അല്ലെങ്കിൽ 5 ലഭിച്ചു. എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ ഡയഗ്രം ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു റീസൺ നോക്കാം. ലോവറിങ് ഓഫ് സിമെട്രി ഡ്യൂ ടു ജാൻഡല ഡിസ്റ്റോർഷൻ. നമുക്ക് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ സിമെട്രിയിൽ നിന്ന് ജാൻഡല ഡിസ്റ്റോർഷൻ കൊണ്ട് ലോവറിങ് ഓഫ് സിമെട്രി സംഭവിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ജാൻഡല തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ നോൺ ലീനിയർ മോളിക്യൂൾ in an electronically degenerate state, distortion must occur to lower the symmetry, remove the degeneracy and lower the energy. എന്താണ് ജാൻഡല ഡിസ്റ്റോർഷൻ എന്നൊക്കെ നമുക്കറിയാം. ഇനി അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം, ജാൻഡല ഡിസ്റ്റോർഷൻ വന്നു കഴിഞ്ഞാൽ സിമെട്രി മാറ്റം സംഭവിക്കും. പെർഫെക്റ്റ് സിമെട്രിയിൽ നിന്ന് ലോവർ ചെയ്യപ്പെടും. അത് അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെയുണ്ട്. ഇതുകൂടാതെ ഒരു കാര്യം കൂടി സംഭവിക്കും. എന്താണ്? സിമെട്രി മാറുമ്പോൾ എനർജി ലെവലുകൾക്കും വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് ദ കോൺഫിഗറേഷൻസ് ഹാവിങ് ഡീജനറേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു ജാൻഡലർ ഡിസ്റ്റോർഷൻസ്. ഫോർ എക്സാമ്പിൾ D1, D2, D4, D5 ലോ സ്പിൻ, D6 ഹൈ സ്പിൻ, D7 ആൻഡ് D9 കോൺഫിഗറേഷൻസ് വിൽ പ്രൊഡ്യൂസ് ജാൻഡല ഡിസ്റ്റോർഷൻ. അപ്പോൾ ഈ പറഞ്ഞ കോൺഫിഗറേഷൻസിലെല്ലാം ജാൻഡല ഡിസ്റ്റോർഷൻ ഉണ്ടാവും. D1, D2, D4, D5 low spin, D6 high spin, D7 and D9 configurations. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രയിലും മാറ്റങ്ങൾ ഉണ്ടാവാം. കോറിലേഷൻ ഡയഗ്രമോ ഓർഗൽ ഡയഗ്രമോ ടെനാബെ-സുകാനോ ഡയഗ്രമോ ഒരു പെർഫെക്റ്റ് ഒക്ടാഹൈഡ്രലിൻ്റെയോ ടെട്രാഹൈഡ്രലിൻ്റെയോ കേസിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന്
വ്യത്യാസങ്ങൾ സംഭവിക്കാം. The spectral states will also be different from the expected pattern. നമുക്കൊരു ഉദാഹരണം എടുത്തത് വിശദമായിട്ട് പഠിക്കാം. TiH2O6 3+. നമുക്ക് വളരെ പരിചയമുള്ള ഒരു കോംപ്ലക്സ് ആണ്, ടൈറ്റാനിയം 3+ ആണ്. അപ്പോൾ അതൊരു D1 സിസ്റ്റമാണ്. ഒരു D1 സിസ്റ്റത്തിൽ എത്ര അബ്സോർപ്ഷൻ പീക്കുകൾ ലഭിക്കും? ഇതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. വി ക്യാൻ യൂസ് ദ ഓർഗൽ ഡയഗ്രാം. ഒരു അബ്സോർപ്ഷൻ പീക്ക്, ഒരു സിംഗിൾ അബ്സോർപ്ഷൻ പീക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഓർഗൽ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. The spectra of this complex shows apparently overlapping bands rather than a single band. പക്ഷേ ഈ ഒരു കോംപ്ലക്സിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബാൻഡിന് പകരം 2 ബാൻഡുകൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ 2 ഹംപ്ഡ് പീക്ക്, 2 മുഴകൾ പോലെ ഈ പീക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Now we need to explain that. This can be explained on the basis of Jandala distortion or Jandala theorem. സോ ഇവിടെ നോക്കുക, D1 കേസിൽ ഒക്ടാഹെഡ്രലാണ്. T2Gയും EGയും 2 ലെവലുകളുണ്ട്. നമുക്ക് ഓർബിറ്റലുകൾ T2GG ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോണെ കൊടുത്തിരിക്കുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആ എനർജി ലെവൽ നമ്മൾ T2G എന്ന് വിളിക്കും. ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയി EGയിലേക്ക് പോയി. ആ കേസിൽ W ഡിജനറേറ്റ് ആണ്, സോ EG എന്ന് വിളിച്ചു. The ground state and excited state configuration of D1 system are given. Then അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്രയാ? ഒറ്റ പീക്ക്. ഈ ഒരു ട്രാൻസിഷൻ T2G to EG ട്രാൻസിഷനാണ് സാധ്യത. But the asymmetric occupation of the orbital may lead to the splitting of the energy levels. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കുക. സോ വി ഹാവ് ഗോട്ട് ആൻ അസിമെട്രിക് ഓക്കുപ്പേഷൻ. ഒരു ഓർബിറ്റലുണ്ട്, ബാക്കി 2 എണ്ണത്തിൽ ഇല്ല. ജാൻഡല ഡിസ്റ്റോർഷൻ സംഭവിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ദിസ് വിൽ ഹാപ്പൻ. നമ്മുടെ 2D എന്ന് പറഞ്ഞാൽ ഫ്രീ ആയോട്ടെ T2Gയും EGയുമായിട്ടായിരുന്നു നിൽക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഒക്ടാഹെഡ്ര, അപ്പം നമുക്ക് ഒറ്റ പീക്ക് കിട്ടുമായിരുന്നു. അതേസമയം എന്ത് സംഭവിച്ചു? ഈ പറയുന്ന എനർജി ലെവലുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. T2G ലെവല് B2G EG എന്ന് 2 എനർജി ലെവലായി സ്പ്ലിറ്റ് ചെയ്തു. EG ലെവല് B1G A1G എന്ന 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് പറ്റി? 2 എനർജി ലെവലുകൾക്ക് പകരം ഇവിടെ 4 എനർജി ലെവൽ കിട്ടി. The asymmetric occupation of orbital may lead to the splitting of the energy levels. Jandala distortion കൊണ്ടാണ് ആ സ്പ്ലിറ്റിംഗ് നടന്നത്. The ground state 2 T2G split into 2 B2G and 2 EG states, and the excited state 2 EG is split into 2 A1G and 2 B1G. അപ്പോൾ നമുക്ക് 2ന് പകരം 4 എനർജി ലെവലുകൾ അവിടെ കിട്ടി. സോ അപ്പോൾ എത്ര എക്സൈറ്റേഷൻ നടക്കും? 3 എണ്ണം പറ്റും. എക്സൈറ്റേഷൻ ക്യാൻ നൗ ഒക്കർ ഫ്രം B2G to EG or to B1G or to A1G. 3 എക്സൈറ്റേഷൻ നമുക്ക് കിട്ടും തിയററ്റിക്കലി. ബട്ട് ദ 2 B2G to 2 EG transition, that is the first transition, is too low in energy to observe. അപ്പോൾ വളരെ എനർജി ഡിഫറൻസ് കുറവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ B2Gയിൽ നിന്ന് EGയിലേക്കുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. ആ ട്രാൻസിഷൻ നമ്മുടെ സ്പെക്ട്രയിൽ കിട്ടില്ല. പിന്നെ ദ ഒബ്സർവ്ഡ് സ്പെക്ട്രം വിൽ ബി എ ബ്രോഡൻഡ് വൺ വിച്ച് ഈസ് ഹാവിങ് എ 2 ഹംപ്ഡ് പീക്ക്. അതായത് 2 ട്രാൻസിഷൻ, B2Gയിൽ നിന്ന് B1Gയിലേക്കുള്ളതും B2Gയിലേക്ക് A1Gയിലേക്കുള്ളതും അവർ തമ്മിലും എനർജി ഡിഫറൻസ് വലിയ വ്യത്യാസമില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് 2 സെപ്പറേറ്റ് പീക്കായിട്ട് ഈ കേസിൽ നിൽക്കില്ല, 2 കൂടി മെർജ് ചെയ്തായിരിക്കും നിൽക്കുക. സോ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുമെന്നൊരു ഇലക്ട്രോണിക് സ്പെക്ട്ര. സോ ദിസ് ഈസ് 1 പീക്ക് ആൻഡ് ദിസ് ഈസ് 2 പീക്ക്. ഇങ്ങനെ 2 സെപ്പറേറ്റ് പീക്കിനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല, കാരണം അവൻ്റെ എനർജി ഡിഫറൻസ് കുറവാണ്. പക്ഷേ ഒരു 2 ഹംപ്ഡ് പീക്കായിട്ട് നമുക്കിവിടെ നിൽക്കും. ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ 2 ട്രാൻസിഷൻസ് ആർ ലെസ്. ദാറ്റ് ഈസ് വൈ വി ഹാവൻറ്റ് ഗെറ്റ് ടു ഡിസ്ക്രീറ്റ് പീക്സ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം TiH2O6 3+ൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര എന്നെടുത്ത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഓർഗൽ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ പറയണം ഒരു പീക്ക്, അതിൻ്റെ കൂടെ ജാൻഡല ഡിസ്റ്റോർഷൻ കൂടി ചേർത്താലേ ഉത്തരം പൂർണ്ണമാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് ജാൻഡല ഡിസ്റ്റോർഷൻ ഓർ ജാൻഡല തിയറം ഓൺ ഇലക്ട്രോണിക് സ്പെക്ട്ര എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ ജാൻഡല ഡിസ്റ്റോർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇലക്ട്രോണിക് സ്പെക്ട്ര വഴി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിക്കാം. ഇതിനെല്ലാം ഉത്തരം നമുക്ക് ഈ എക്സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യാം.
നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. CuH2O6 3+. It is a D9 system with ground state 2D, which split into 2Eg and 2T2G in the presence of an OH environment. So, auto transition, one spectral transition, and hence one peak is expected in the electronic spectra of this complex. നേരത്തെ പോലെ തന്നെയാണ്, ഒറ്റ പീക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. D9 കേസിലും ഓർഗൽ ഡയഗ്രത്തിൽ നമ്മൾ പഠിച്ചതാണ്, ഒറ്റ പീക്ക് കിട്ടുള്ളൂ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് എ സിംഗിൾ പീക്ക് വി ഗെറ്റ് ദ പീക്ക് സ്പ്ലിറ്റഡ് ഇൻറ്റു 2. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത പീക്കാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ ആക്ച്വൽ ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് Jandala theorem. That is, for a non-linear molecule in an electronically degenerate state, distortion must occur to lower the symmetry, remove the degeneracy, and to lower the energy. So, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നോക്കുക, 2, 4, 6, 8, 9 T2G ലെവലുകളിൽ 6 EGയിൽ 3. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ പോയി, ഇത് 4, ഇവിടെ 3. അപ്പം നമുക്ക് എന്താ പറ്റിയ അൺസിമെട്രിക് ഓക്യുപ്പേഷൻ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. ജാൻഡല ഡിസ്റ്റോർഷൻ സംഭവിക്കും. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇറ്റ്സ് ഡബിൾ എ ഡീജനറേറ്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 2Eg. ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ട്രിപ്പിൾ എ ഡീജനറേറ്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 2T2G. When the symmetry of the molecule is lowered from OH to D4H due to Jandala distortion, further splitting of energy levels produced as given below. So ഇവിടെ നോക്കുക, D4Hലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. EGയും T2Gയും പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ പീക്ക് കിട്ടുമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? അതിനകത്ത് ജാൻഡല ഡിസ്റ്റോർഷൻ നടന്നു, സ്പ്ലിറ്റിംഗ് നടന്നു. നൗ വി ഹാവ് ഗോട്ട് 1, 2, 3, 4 എനർജി ലെവൽസ്. അപ്പോൾ നമുക്ക് EG ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് B1Gയും A1Gയുമായി, T2G സ്പ്ലിറ്റ് ചെയ്ത് B2Gയും EGയുമായി മാറി. In OH symmetry, the electron may excite from EG to T2G. Therefore, one spectral peak is obtained in the perfect octahedral system. But in D4H symmetry, excitation can occur from ground state B1G to A1G or to B1G or to EG. So actually, നമുക്ക് എക്സൈറ്റേഷൻ നടന്ന B1Gയിൽ നിന്ന് A1Gയിലേക്ക് പോകാം, അല്ലെങ്കിൽ B2Gയിലേക്ക് പോകാം, EGയിലേക്ക് പോകാം. ഇതിലൊരു ചെറിയ കറക്ഷനുണ്ട്, ഇത് B2G ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 3 പോസിബിലിറ്റീസ്, 3 ട്രാൻസിഷൻ നടക്കാം. ടു B1G to A1G ട്രാൻസിഷൻ ഈസ് ടു ലോ ഇൻ എനർജി ടു ഒബ്സർവ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ വളരെ എനർജി കുറവാണ്. അതേസമയം 2 ട്രാൻസിഷൻ B1G to B2Gയും B1G to EGയും, ആ 2 ട്രാൻസിഷൻ നമുക്ക് ലഭിക്കും. As a result, an electronic spectra which is narrowly split into 2 is observed in the case of the copper complex. So this is the electronic spectra. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു പീക്ക്, ഇവിടെ ഒരു പീക്ക്, 2 മെർജ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് 2 സെപ്പറേറ്റ് പീക്ക് എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല, ബട്ട് ഒരു സിംഗിൾ പീക്ക് ഇങ്ങനെ കിട്ടുന്നതും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം എടുത്ത് ചോദിക്കാം. 2 എക്സാമ്പിൾസ് എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് ജാൻഡല ഡിസ്റ്റോർഷൻ ഓൺ ഇലക്ട്രോണിക് സ്പെക്ട്ര ചോദിച്ചാൽ. ലോവറിംഗ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ജാൻഡലാർ മാത്രമല്ല, നമുക്ക് രണ്ടാമതൊരു റീസൺ കൂടി നമ്മൾ പഠിച്ചു, ഡിഫറെൻറ്റ് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ഒരു ചോദ്യം നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം.